പലപ്പോഴും പോലീസുകാർ നേരെ ചൊവ്വെ പെരുമാറണമെന്നുള്ള രീതിയിൽ സർക്കുലർ പലപ്പോഴും പോലീസ് മേധാവി അയക്കാറുണ്ട്. ഏറ്റവും പുതിയൊരു സർക്കുലർ ഇക്കാര്യത്തിൽ വന്നിരിക്കുന്നു. ജനങ്ങളോട് മാന്യമായി പെരുമാറണം. വളരെ നന്നായിട്ടൊരു സർക്കുലർ നമ്മുടെ DGP അയച്ചിരിക്കുന്നു. പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ പുതിയ സർക്കുലറിൽ പറയുന്ന കാര്യം പോലീസ് നല്ല മര്യാദരാമന്മാരാകണമെന്ന് തന്നെയാണ്. പോലീസ് സേനയ്ക്കെതിരെ വളരെ വ്യാപകമായ പരാതികൾ ഉയരുന്നൊരു കാലഘട്ടമാണ് ഇപ്പോഴുള്ളത്. ഈ സാഹചര്യത്തിൽ ഹൈക്കോടതിയും അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചതുകൊണ്ടാണ് ഇത്തരമൊരു സർക്കുലർ ഇപ്പോൾ പോലീസ് മേധാവി പുറത്തിറക്കിയിരിക്കുന്നത്. പോലീസുകാരുടെ പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച വീണ്ടും സർക്കുലർ ഇറക്കേണ്ടി വന്നിരിക്കുകയാണ് സംസ്ഥാന DGPക്ക്. ഇതും കൂടി കൂട്ടി സംസ്ഥാന പോലീസ് മേധാവിമാർ പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച 11ാമത്തെ സർക്കുലറാണ് പുറത്തിറക്കുന്നത്. പോലീസിന്റെ മോശം പെരുമാറ്റത്തിനെതിരെ വീണ്ടും വടിയെടുത്തിരിക്കുകയാണ് സംസ്ഥാന പോലീസ് മേധാവി. ഹൈക്കോടതി പരാമർശത്തെ തുടർന്നാണ് വീണ്ടും DGPക്ക് പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച സർക്കുലർ ഇറക്കേണ്ടി വന്നത്. 1965 മുതൽ ഇങ്ങോട്ടെടുത്താൽ 11ാമത്തെ സർക്കുലറാണിത്. പോലീസിന്റെ വേഷം മാറിയിട്ട് കുറെ കാലമായെങ്കിലും അവരുടെ പൊതുജനങ്ങളോടുള്ള കാർക്കശ്യം തീർത്തും ഒഴിഞ്ഞുപോയിട്ടില്ല എന്നു വേണം കരുതാൻ. ഏതാനും വർഷങ്ങൾക്കിടയിൽ ആവർത്തിച്ചിങ്ങനെ സർക്കുലർ ഇറക്കേണ്ടി വന്നത് ഇതേ കാര്യം സംബന്ധിച്ച മുൻ ഉത്തരവുകൾക്ക് വേണ്ടത്ര ഗൗരവം നൽകിയിട്ടില്ലാത്തതുകൊണ്ടാണ്. പൊതുസ്ഥലത്തും മറ്റും ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന നിയമലംഘനങ്ങൾ പോലീസുകാർക്ക് ചിത്രീകരിക്കാവുന്നതുപോലെ പോലീസ് അതിക്രമവും നിയമലംഘനങ്ങളും നിയമവിധേയമായി പൊതുജനങ്ങൾക്കും ചിത്രീകരിക്കാം എന്നതാണ് പുതിയ സർക്കുലറിലെ ഒരു ഭാഗം. പോലീസിന്റെ ഇത്തരം പെരുമാറ്റങ്ങൾ മൊബൈൽ ക്യാമറയിലും മറ്റും ചിത്രീകരിച്ചതുമായി ബന്ധപ്പെട്ട ധാരാളം വിരട്ടലുകളും കേസുകളും നിലവിലുണ്ട്. അതിന് പാടില്ലെന്നതാണ് പോലീസ് മേധാവിയുടെ നിർദ്ദേശം. പോലീസുകാർ തമ്മിലുള്ള പ്രശ്നങ്ങളും തെറിവിളിയും കയ്യാങ്കളിയും ഒക്കെ ദൃശ്യങ്ങൾ സഹിതം ആവർത്തിച്ച് പുറത്തു വരുന്നുമുണ്ട്. അതിൽ പലതിലും നടപടിയും എടുത്തിട്ടുണ്ട്. അത്തരം അച്ചടക്കരാഹിത്യങ്ങളെ കൂടി തടയുകയാണ് പുതിയ സർക്കുലറിന്റെ ഉദ്ദേശം. പാലക്കാട് ജില്ലയിലെ ആലത്തൂരിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അഭിഭാഷകനോട് മോശമായി പെരുമാറിയതിനെതിരെയുള്ള ഹർജി പരിഗണിക്കുമ്പോഴാണ് ഹൈക്കോടതി വീണ്ടും DGPയോട് പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച ഉത്തരവിറക്കാൻ നിർദ്ദേശിച്ചത്. സേനയെ കർശനമായി നിരീക്ഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്. പോലീസിന്റെ ആപ്തവാക്യം പോലെയാകട്ടെ ഇനിയെങ്കിലും അവരുടെ പെരുമാറ്റം. ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുകയും സഭ്യമായ ഭാഷയിൽ സംസാരിക്കുകയും ചെയ്യുന്ന ധാരാളം പോലീസുകാർ സേനയിലുണ്ട്. എന്നാൽ ഒരു ന്യൂനപക്ഷത്തിന്റെ ചെയ്തികളാകെ സേനയ്ക്ക് കളങ്കം വരുത്തുന്നുണ്ടെന്നതും യാഥാർത്ഥ്യം തന്നെ. ഈ സർക്കുലറോട് കൂടിയെങ്കിലും അതിൽ മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കാം. ഹരികൃഷ്ണൻ, 24, തിരുവനന്തപുരം. നമ്മൾ സംസാരിച്ചു വന്നത് പോലീസിന്റെ സർക്കുലറിനെ കുറിച്ചാണ്. പോലീസ് നിരയാകണം എന്നാവശ്യപ്പെട്ട പോലീസ് മേധാവി സർക്കുലറൊക്കെ ഇറക്കുന്നത് ആദ്യ സംഭവമൊന്നുമില്ല. കുറേ സർക്കുലറുകൾ ഇറങ്ങി. എന്നിട്ടും പോലീസുകാരെ നന്നാവാതെ വന്നതുകൊണ്ടാണ് ഹൈക്കോടതി വടിയെടുത്തത്. പെരുമാറ്റം ചട്ടം സംബന്ധിച്ച് 11ാമത്തെ സർക്കുലറാണ് പോലീസ് മേധാവി ഇന്ന് പുതിയതായി ഇറക്കിയിരിക്കുന്നത്. ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഇത് അവസാനത്തെ സർക്കുലർ ആയിരിക്കണം എന്നാണ്. ഹൈക്കോടതിയുടെ മുന്നറിയിപ്പ് പോലീസ് സേന വളരെ ഗൗരവത്തോടെയാണ് കാണുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ പോലീസ് സേന നന്നാകുമോ? കാര്യം ഹൈക്കോടതിയുടെ അന്ത്യശാസനം വന്നു, നല്ല കാര്യമാണ്. എന്നാൽ ജനങ്ങളോട് നമ്മൾ ചോദിച്ചു, പോലീസ് സേന നന്നാകാൻ സാധ്യതയുണ്ടോ? കാര്യം പോലീസ് സേനയെ അടച്ചാക്ഷേപിക്കാനുള്ള ലക്ഷ്യമല്ല എന്ന് നിങ്ങൾക്കറിയാം. പോലീസ് സേനയിൽ കുറച്ചു പേരെങ്കിലും കുഴപ്പക്കാരാണ് എന്ന് വന്നിരിക്കുന്നതുകൊണ്ടാണ് ഇത്തരം സർക്കുലറുകൾ പിന്നെയും പോലീസ് മേധാവിക്ക് ഇടേണ്ടി വന്നിരിക്കുന്നത്. അതേസമയം കേരളത്തിലെ പോലീസ് സേന ഏറ്റവും അഭിമാനമുള്ള ഇന്ത്യയിലെ ഒരു പോലീസ് സേനയാണ് എന്നതുകൂടി നമ്മൾ ഓർമ്മിക്കുകയും വേണം. ജനങ്ങളുടെ പ്രതികരണങ്ങൾ. ഉദ്യോഗസ്ഥന്മാരോട് തണ്ടും മുണ്ടും പറയണതുകൊണ്ട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ പെരുമാറ്റം പോലെ ആയിരിക്കും അവരുടെ പെരുമാറ്റം. ശുണ്ഠിയുള്ളവരെ ശുണ്ഠി ഇല്ലാതാക്കാൻ നമ്മുടെ വാക്കുകൊണ്ട് സംസാരം കൊണ്ട് പറ്റും. അങ്ങനെ വിളിക്കാൻ പാടില്ല, മാന്യമാറ്റി തന്നെ പെരുമാറണം. പൊതുജനങ്ങളോട് നിങ്ങൾ മാന്യമായിട്ട് പെരുമാറുക, പക്ഷേ പൊതുജനങ്ങൾ അത് അനുസരിക്കണം. ഒരു പോലീസുകാരൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ ഈ വഴി പോവല്ലേ, ഇവിടെ അടച്ചിരിക്കുകയാണ്, ഇനി ആരാടാ അത് പറയാൻ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവർക്ക് ദേഷ്യം വരും. അപ്പോൾ ഇവർ തിരിച്ചങ്ങോട്ട് പറയും അതെന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയണമെന്ന്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്കും സ്വാഭാവികമായിട്ട് അവർ മനുഷ്യരല്ലേ, അവർക്ക് ദേഷ്യം വരും. പക്ഷെ നമ്മുടെ ഒരു ഇടപെടൽ എനിക്കാണെങ്കിൽ പോലീസും സ്റ്റേഷനും ഒക്കെ സ്വപ്പം പേടി ഉറപ്പുമാണ്. ഇപ്പം നമ്മളൊരാവശ്യമായിട്ട് പോയപ്പോൾ നമ്മുടെ മാന്യമായിട്ട് തന്നെ പെരുമാറി. അത് നല്ലൊരു കാര്യമാണ് ആ സർക്കുലർ. അതനുസരിച്ച് മുന്നോട്ട് പോയാൽ പൊതുജനങ്ങൾക്കും പോലീസിനുള്ള പരസ്പര സഹകരണം വളരെ നന്നായിരിക്കും. അത് വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാക്കില്ല. പൊതുജനങ്ങളോട് മര്യാദയ്ക്ക് സംസാരിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് പോലീസുകാർ അവർ നീതിന്യായ പാലകരാണ്. അവരുടെ ഭാഗത്ത് തെറ്റുണ്ടാകാൻ പാടില്ല. അപ്പോൾ ആ സർക്കുലർ നിർദ്ദേശങ്ങൾ അതേപടി അംഗീകരിക്കുക എന്നുള്ള പോലീസുകാരുടെ ബാധ്യതയാണ്. അവർ നല്ല രീതിയിൽ പെരുമാറണം. എനിക്കങ്ങനെ മാന്യമായിട്ട് ഇതുവരെ എനിക്ക് പെരുമാറിയിട്ടുള്ള എക്സ്പീരിയൻസ്. കാലം ഒരുപാട് മാറി.
ലോകത്തെ പോലീസ് സേനയിലൊക്കെ വലിയ മാറ്റം വന്നു. ശാസ്ത്രീയ രീതിയിലുള്ള കുറ്റാന്വേഷണം വന്നു കഴിഞ്ഞു. തല്ലി പഴിപ്പിച്ച് കുറ്റം തെളിയിക്കുന്ന രീതിയൊക്കെ മാറിക്കഴിഞ്ഞു. എന്നാൽ ചിലർക്കെങ്കിലും ഇപ്പോഴും പോലീസ് സേന എന്ന് പറയുമ്പോൾ അവർക്ക് ആൾക്കാരുടെ മേളിൽ മെക്കിട്ട് കയറാനുള്ള ഒരു അധികാരമായി പോലീസ് സേനയെ ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരം ആളുകൾ നേരെയായില്ലെങ്കിൽ നേരെയാക്കാൻ ജനങ്ങൾ തയ്യാറാകും എന്നത് മറ്റൊരു പ്രത്യേകത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.